എത്ര നരച്ച മുടി ഉണ്ടെങ്കിലും പേടിക്കാതെ തന്നെ ടെൻഷൻ അടിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കിടക്കാച്ചിയുടെ സൂത്രം കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഓഫീസിൽ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടി കറുപ്പിക്കാൻ പറ്റുന്ന കിടക്കാച്ചിയുടെ സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. ഒരു സ്പൂൺ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ നമ്മുടെ നരച്ച മുടിനെ കട്ടക്കറുപ്പാക്കും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കരിഞ്ജീരകമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് മുഴുവൻ, അതായത് ഒരു 50 ഗ്രാം 25 ഗ്രാം അളവിൽ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ അത് മുഴുവനും വറുത്തിട്ട് പൊടിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് എപ്പോഴും പോയി വറുക്കേണ്ട കാര്യമില്ല. നേരത്തെ പൊടിയാക്കി വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ കരിഞ്ജീരകത്തിൽ നിന്ന് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഞാൻ നിന്നോട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊന്ന് 1 സ്പൂൺ അളവിലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇത് വറുത്ത് കുറച്ച് മാത്രമേ വറുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇത് 1 ടീസ്പൂണ് കരിഞ്ജീരകം ഞാൻ എടുത്തിട്ടുണ്ട്. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. മുടി നല്ല രീതിയിൽ വളരാൻ സഹായിക്കും. അതുമാത്രമല്ല, മുടി നല്ല നരച്ച മുടി പോലും നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. കറുത്ത് തന്നെ തിളങ്ങാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കരിഞ്ജീരകം. അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഉലുവ. ഈ ഉലുവായി കരിഞ്ജീരകം കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കിടക്കാച്ച ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡേ, നമ്മൾ നാച്ചുറൽ ഹെയർ ഡേ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഉലുവയുടെ വെള്ളമാണെങ്കിലും ഉലുവായും കൊണ്ട് നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണ്. അതുപോലെ താരം പോകാൻ നല്ലതാണ്. പിന്നെ അതുപോലെ മുടിക്കായ, പേന, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ്. എന്തൊക്കെ ചെയ്താലും നമുക്ക് ഇത് വളരെ നല്ലതാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് ഈ കരിഞ്ജീരകം ഉലുവായും. അല്ലാതെ നമുക്ക് അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, നാച്ചുറലാണ്. അതുകൊണ്ട് നമുക്ക് അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാകാത്ത ഒറ്റ തവണ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കുന്ന പറഞ്ഞാൽ കരിച്ചെടുക്കരുത്. ഇത് ചൂടായിട്ട് വരണം. ആദ്യം നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ രണ്ട് മൂപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിട്ട് വറുക്കാതെ ആദ്യം കരിഞ്ജീരകം മാത്രം ഒന്ന് വറുത്തെടുക്കാം. ഈ കരിഞ്ജീരകം ഒന്ന് പൊട്ടും. കരിഞ്ജീരകം വറുക്കുമ്പോൾ ഒന്ന് പൊട്ടി വരും. ആ രീതിയിൽ ഒന്ന് നിങ്ങൾ വറുത്തെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസുകളെല്ലാം എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ കരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുന്നുണ്ട്. കരിച്ച് കളയാതെ ഇതേ രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ, നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഈ കരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടി തീർന്നിടം വരെ, അല്ല കത്തിക്കരിഞ്ഞൊന്നും പോകരുത്. ഇതേ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം നമുക്കത് മാറ്റിയിട്ട് നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് ഉലുവയാണ്. അപ്പം നമ്മുടെ കരിഞ്ജീരകം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉലുവയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ തന്നെ നമ്മളിത് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എടുത്താലും മതി. അലുമിനിയം പാത്രം ഒന്നും എടുക്കരുത്. ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ കരിഞ്ജീരകം നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേണം നമുക്ക് ഉലുവായും പൊട്ടിച്ചെടുക്കാനായിട്ട്, ഇത് കരിച്ചെടുക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ പൊട്ടി തെറിക്കും. കണ്ടില്ലേ, ഇതിങ്ങനെ പൊട്ടി തെറിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറും. നമ്മുടെ ഉലുവയുടെ കളർ മാറുക മാത്രമേ ചെയ്യാവുള്ളൂ, കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ഉലുവായും കരിഞ്ജീരകവും എല്ലാം ഇവിടെ നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്യുന്ന രീതിയിലൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറയിൽ ഇട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയും പൊടിയുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇതിന് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം മുടി നരച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ നമ്മൾ കെമിക്കൽ മേടിച്ചടിക്കുന്ന പോലെ പെട്ടെന്ന് ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടിക്ക് വളരെ നല്ലതാണ്. മുടി വളരാനാണ് ഏറ്റവും നല്ല ബെസ്റ്റ്. കറുത്ത് തിളങ്ങുകയും ചെയ്യും. നരച്ച മുടിയൊക്കെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ അളവിൽ തേയില ഒന്ന് വെച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. കണ്ട ഇതേ രീതിയിൽ കുറുക്കിയെടുക്കുക. എന്നിട്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് വേണം കേട്ടോ. ഇതും വളരെ നല്ലതാണ്. തേയിലയുടെ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ വളരാൻ സഹായിക്കുന്നു. മുടിയൊക്കെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക്, അതായത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് നമ്മുടെ തേയില വെള്ളം. അതും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊടിയൊന്നും എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ടാണ് ബാക്കി എടുക്കുന്നത്. നമ്മുടെ
നെറ്റി സൈഡിൽ, അതുപോലെ തന്നെ നമ്മുടെ ചെവിയുടെ പുറകിലൊക്കെ ആയിട്ട് ഒരുപാട് ചെറിയ ചെറിയ നരകൾ വരും അല്ലേ. അതൊക്കെ നമുക്കൊന്ന് ഇൻസ്റ്റൻ്റായിട്ട് കറുപ്പിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കിടക്കാച്ചി സൂത്രമാണ് കേട്ടോ. ഇത് ഓഫീസിൽ പോകുന്നവർക്കും അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും എല്ലാം ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിൽ ഉണ്ടാക്കി നമ്മൾ കൊടുത്തു വിടുവാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. വേറെ ഒരു പ്രശ്നമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മുടിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ അകത്തുനിന്ന് കുറച്ച് പൊടിയൊന്ന് നേരത്തെ പൊടിച്ച് വെച്ചതിൻ്റെ അകത്തോട്ട് തന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ തേയിലവെള്ളമാണ് കേട്ടോ. തേയിലവെള്ളം നല്ലപോലെ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി ആ തേയിലവെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഹെന്ന പൗഡർ. നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചി ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ മൈലാഞ്ചിപ്പൊടി എടുത്തോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മൈലാഞ്ചിപ്പൊടിയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് അറിയാമെങ്കിൽ അത് മേടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ രാജസ്ഥാനിയുടെ ആ ഒരു ഇതാണ് ഉപയോഗിക്കുന്നത്. മൈലാഞ്ചിപ്പൊടിയാണ്, നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പൊടി 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ തേയിലവെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒരുപാട് ലൂസാകാതെ ഒരുപാട് കട്ടിയാകാത്ത രീതിയിൽ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നിങ്ങളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം വേണം നമ്മുടെ മുടി എണ്ണമയം ഇല്ലാത്ത മുടിയിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. പക്ഷെ നമുക്ക് ഇതിൻ്റെ മുടിക്കൊക്കെ നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനായിട്ടും പിന്നെ നല്ലപോലെ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു സൂത്രം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കും. ഇപ്പം ഞാൻ കുറച്ച് തേയിലവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കുക. കാര്യം നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാൻ സഹായിക്കുന്നതാണ് നമ്മുടെ നെല്ലിക്കാപ്പൊടി അല്ലെങ്കിൽ നെല്ലിക്കയുടെ ജ്യൂസ്. അതാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ തേയിലവെള്ളത്തിന് പകരമാണെങ്കിൽ നിങ്ങൾ നെല്ലിക്കയുടെ ജ്യൂസ് ആണെങ്കിലും ഇവിടെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ തേയിലവെള്ളമാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് തന്നെ. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് കൂടിപ്പോയാൽ ആ ചെറിയ സ്പൂണിന് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഇത് നമ്മുടെ മുടിയിൽ പിന്നെ പെട്ടതിന് ശേഷം നമ്മൾ കഴുകുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു തിളക്കമായിട്ട് നല്ല സിൽക്കി ആയിട്ടും കിടക്കുന്ന കാണാൻ പറ്റും നമ്മുടെ മുടി. അതിന് പകരം നിങ്ങൾക്ക് ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, വെളിച്ചെണ്ണയ്ക്ക് പകരം ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല രീതിയിൽ കറുപ്പായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇത് തലയിലേക്ക് നേരത്തെ അപ്ലൈ ചെയ്തപ്പോൾ ആവണക്കെണ്ണ ഒഴിച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി. പക്ഷെ ഇപ്പം ആവണക്കെണ്ണ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണമാണ് ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. മുടി നല്ല രീതിയിൽ തന്നെ കറുത്ത് തിളങ്ങും. അത്ര നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ ആവണക്കെണ്ണ തന്നെ ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കാണിച്ചു തരാം. അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് മനസ്സിലാകും കേട്ടോ. എല്ലാവർക്കും, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം വളരെ നല്ലതാണ്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഫുഡിൻ്റെയും അതുപോലെ വെള്ളത്തിൻ്റെയൊക്കെ ഇത് പ്രശ്നം വരുമ്പോൾ മുടി കൊഴിച്ചിൽ, മുടി നരയെ ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ കുട്ടിക്കൊക്കെ മുടി നരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ആഴ്ചയിൽ അവർക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യുക. അതുപോലെ ജോലി സ്ഥലത്തും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മുടെ നാച്ചുറൽ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കരിജീരകം പൊളിയാണ് കേട്ടോ. അത്രയ്ക്കും നല്ലതാണ്. എല്ലാവർക്കും അറിയാം കരിജീരകത്തിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാം. അതുപോലെ ഉലുവ, ഇതെല്ലാം വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക്. നമ്മൾ കെമിക്കലിന് അടിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മുടി, നരച്ച മുടി പിന്നെയും നരച്ചുകൊണ്ടിരിക്കും. ആ തലയിലെ മുടിയെല്ലാം നരയ്ക്കും. പിന്നെ ചൊറിച്ചിലുണ്ടാകും. പിന്നെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകും. ഇതിലും നല്ലതല്ലേ നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ നേരത്തെ ചെയ്തത് കാരണമാണ് കാണിക്കാത്തത്. പക്ഷേ ചെയ്തതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഞാൻ ചെയ്തതിന് ശേഷം നല്ല ഉണങ്ങി തന്നെയാണ് അതിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ സാധാ പച്ചവെള്ളത്തിലാണ് ഞാൻ ഇവിടെ കഴുകി കളയുന്നത്. എനിക്ക് നല്ല റിസൾട്ട്. കാര്യം നെറ്റി സൈഡിലും ഒക്കെ ചെറിയ ഒരു നര ഉണ്ടായിരുന്നു എനിക്ക്. അതെല്ലാം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അതിന് ശേഷം കാണിച്ചു തരാം. അല്ല, ഒത്തിരി നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിക്ക്. ചെറിയ ആ നെറ്റിയുടെ സൈഡ് ആ ഒരു ഭാഗമായിരുന്നു എനിക്ക് നരച്ചിരുന്നത്. അവിടെ എല്ലാം ഒരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇരിക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ ഡാർക്ക് ഷെയ്ഡ് നല്ലപോലെ കറുത്ത് വരും കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.